Hi, Thesnim's Flavors-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെരി പെരി ചിക്കൻ. ഇത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, കാരണം അതിൽ മസാലയിൽ നന്നായിട്ട് ഓയിലുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ജസ്റ്റ് ഇതേപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ഓരോ നിരത്തി വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവണിൽ ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോസ്റ്ററിൽ വെച്ചിട്ടാണ്. ടോസ്റ്ററിൽ എങ്ങനെയാണ് ചിക്കൻ ചെയ്യാമെന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ 3 രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ അധികം യൂസ് ചെയ്യാത്തതാണ് ടോസ്റ്റർ, അതുകൊണ്ട് ഇന്ന് ടോസ്റ്ററിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതെല്ലാം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ്. കണ്ണൂരിൽ നിന്നുള്ള റഫീന ചെയ്തിട്ടുണ്ട്, ആയിഷ മലപ്പുറത്തു നിന്നുള്ള, റിംന ഷാർജയിൽ നിന്ന്, ഷഹീന പത്തനംതിട്ടയിൽ നിന്ന്, സെറീന കണ്ണൂരിൽ നിന്ന്, ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ തരം ക്ലാസ്സും നടക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. 1/2 ടീസ്പൂൺ. ഒരു 6-7 അല്ലി വെളുത്തുള്ളി. ബേ ലീവ്സ് ഒരു 2 എണ്ണം. രണ്ട് ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. ഉപ്പ് ആവശ്യത്തിന്. 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ. 1/4 കപ്പ് ഒലിവ് ഓയിലാണ് ചേർക്കേണ്ടത്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ. 1/4 കപ്പ് പറയുമ്പോൾ 3 ടേബിൾ സ്പൂൺ. നന്നായിട്ട് അരച്ചെടുക്കാം, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കത്തിയോണ്ട് വരഞ്ഞിട്ട് വേണം എടുക്കാൻ. നമ്മൾ അരച്ചു വെച്ച മസാല, മസാല നല്ല കളറുണ്ട്. ഇനി കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡ്രോപ്പ്, നിർബന്ധമില്ല കേട്ടോ. നമ്മളെ സാധാരണ മസാലേൻ്റെ ഒരു ഫ്ലേവർ അല്ല കേട്ടോ. ഒറിഗാനോ ബേ ലീവ്സൊക്കെ അരച്ച് ചേർത്തേക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു മസാലയ്ക്കൊരു വേറെ ഫ്ലേവർ തന്നെയാണ്. ഇനി ഇതിൽ ചാർക്കോൾ വെക്കണം. ഒരു കുഞ്ഞി സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം വയ്ക്കുക. അതിനകത്തേക്ക് കനൽ, ഒരു കഷ്ണം കനൽ, അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിക്കും. പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ അതൊരു 1/2 മണിക്കൂർ വെക്കണം. അരമണിക്കൂർ വെച്ചതായിരുന്നു. കനലൊക്കെ ഇനി ഇത് നോൺ സ്റ്റിക്ക് പാനിൽ അല്ലെങ്കിൽ ഓവണിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ടോസ്റ്ററിൽ വെച്ചിട്ടാണ്.
നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇത് നമ്മളിനി ക്ലീൻ ചെയ്യുന്നത് ചൂടോടെ ക്ലീൻ ചെയ്യണം. ചൂടാറിയിട്ട് ഒരു ഇളം ചൂടിൽ നിൽക്കുമ്പോൾ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് പറഞ്ഞു വരും. ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്.